അതെ, ഒരു കാര്യം പറയാൻ നിങ്ങളോട്. എന്റെ വളപ്പ് കടന്നൂടാ. നിങ്ങളുടെ വളപ്പിലേക്ക് ചവിട്ടാൻ വന്നല്ലേ എന്റെ കാര്യം പറയട്ടോ മനുഷ്യ. നിങ്ങളിപ്പോ ഇങ്ങോട്ടോടക്ക് വരുന്ന ആൾക്കാരുടെ മുഴുവൻ എന്റെ മുറ്റത്ത് കൂടെ വരുന്ന എന്റെ കാര്യം എന്താന്ന് അറിയണം. എന്റെ മുറ്റത്ത് നിന്റെ മുറ്റത്ത് ആരാ വരുന്നത്? എന്റെ മുറ്റത്ത് വരുന്നില്ല. ഇങ്ങോട്ടോടക്ക് കല്യാണം വിളിക്കാൻ വരുന്ന ആൾക്കാർക്ക് എന്റെ മുറ്റത്ത് കൂടെ വരില്ല. എന്റെ അടുത്ത് കല്യാണം വിളിക്കാൻ വരുന്ന അതിനെ വരുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കണം, അല്ലാണ്ട് എന്റെ കുടുംബക്കാരല്ലേ. അത് കൊറേ ദൂരെ ഒരു കിലോമീറ്റർ വളഞ്ഞിട്ട് ആള് വരൂല, അടുത്ത് കാണുന്ന വഴിയിലൂടെ വരും. അങ്ങനെ പറ്റില്ല. അങ്ങനെ പറ്റാതെ എളുപ്പ വഴിക്ക് വരാനുള്ള എന്റെ കുടുംബം. പിന്നെ നിങ്ങളെ ഈ നായി പാലാ തവണ എന്റെ മുറ്റത്ത് വന്നിട്ട് തൂറിയിരുന്നേ, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താളായി. അയ്യോ, നായോട് ഞാൻ പറയാ, പട്ടിയെ നീ കോയന്റെ മുറ്റത്ത് പോയി തൂറല്ലേ എന്ന് പറയാ. പട്ടീന്റെ ഭാഷ അറിയാത്ത പറഞ്ഞല്ലേ ഞാൻ അതിനെ വളർത്താത്ത. അവിടെ നിങ്ങളല്ലേ 4 നേരം തിന്നാൻ കൊടുത്തിട്ട് ഈ സാധനത്തിനെ വളർത്തണേ. അപ്പൊ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അല്ലാണ്ട് എല്ലാവരും മുറ്റത്ത് പോയിട്ട് തൂറല്ല ചെയ്യാ. ഏത് മനുഷ്യൻ കാണുമ്പോ പട്ടി ഒരു മുറ്റത്തെ പോയി എന്ന് പറഞ്ഞിട്ട് നീ ഏത് ലോകത്ത്? ഈ ലോകത്ത് തന്നെയാണ്. ഞാൻ എന്തുണ്ടല്ല വേണ്ട, ഞാൻ എന്റെ വായിലിരിക്കണ കേക്കണ്ട. നിങ്ങള് ഈ മനുഷ്യൻ ഞാൻ പറഞ്ഞണ്ടല്ലോ പച്ച തെറി പറയും. ഞാൻ എന്റെ വാൽനാക്ക് അവിടെ കിടന്നിട്ട് ഞാൻ എന്താ പറയാത്തിട്ടുണ്ടോ? ഞാന് ഒരു തെറി നിങ്ങളെ പേടിച്ചിട്ടല്ല തെറി പറയാത്ത, പടച്ചോനെ പേടിച്ചിട്ടാണ്. നീ പടച്ചോളിന് വിശ്വാസം ഉണ്ടെങ്കിൽ നീ തെറിയോടാ വഴി, ജനം നടക്കുന്ന വഴി. ആ പറ്റിയുടെ മാതിരി ആ നായുടെ മാതിരി തന്നെ കുറച്ചോളി. പോടാ, രണ്ടെണ്ണം അങ്ങനെ വെറുതെ എന്റെ ഇതായിക്കണ്ട പോന്നെ. പിന്നെയും വേണ്ടാന്ന് വെച്ചാൽ ഞാൻ കുത്തിയിരിക്കുമ്പോ തിരക്കില്ല. അതെ, രാഘവേട്ടന്റെ വീട് ഇവിടെ തന്നെയല്ലേ? അത് നേരെ അങ്ങോട്ട് പോവാ. അല്ല, അവിടെ വണ്ടി പോകൂല അങ്ങോട്ടേക്ക്. ആണോ? നേരെ പോയി കാണി സൈഡിൽ കൂടെ പോയി അവിടെ നിന്ന് ആരോടും ചോദിച്ചാൽ മതി. നിങ്ങളെ പൈസ എത്രയാ? 90. 90 രൂപയോ? ഇതുവരെ 90 കേട്ടില്ല. അല്ല, അവിടുന്ന് ഇങ്ങോട്ട് ഒരു 3 കിലോമീറ്റർ വന്നില്ലല്ലോ നമ്മള്. മിക്സിയിലിട്ട മാതിരി എമ്മാതിരി റോഡാന്ന്. ഇതിലൊക്കെ ആരെയും റോഡ് ഇപ്പൊ എല്ലാ റോഡിന്റെയും കഥ കണക്കാണ്. നിങ്ങൾ മീറ്റർ ഇട്ടില്ലല്ലോ. മീറ്റർ വർക്ക് ചെയ്യില്ല. അതാണ് നിങ്ങളെ കുഴപ്പം. ഒരു ഓട്ടോറിക്ഷന്റെ മീറ്റർ വർക്ക് ചെയ്യില്ല. മീറ്റർ നല്ലപോലെ വർക്ക് ചെയ്തേന്. ഇവിടെ ഒരു 3-4 കട്ടർ കറങ്ങിയപ്പോ മീറ്ററൊക്കെ കൂടി വടക്കു നോക്കി എന്തായതാ ഒരു വർത്തമാനം. 90 രൂപ ഞാൻ തരൂല. 90 രൂപ നിങ്ങൾ തരൂലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വിവരം അറിയും. എന്തായാലും 90 രൂപ തരാൻ പറ്റില്ല. 90 രൂപ കുറച്ച് കൂടുതൽ തന്നെയാ. നിങ്ങൾ ഈ ചെറ്റ വർത്താനം പറയുന്നത്. ഞാൻ എന്റെ സ്വഭാവം ഭയങ്കര പെടക്കാ. ചെറ്റ പെറിക്കുന്നുള്ള വർത്താനം നിന്റെ അടുത്ത് വേണ്ടട്ടോ, ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ നിങ്ങൾ ആരും ഞാനൊരു വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഏറെന്തെങ്കിലും എംപ്ലോയ് നിൽക്കണം. അങ്ങനെ എപ്പോഴും എടുത്തോ, പൈസ എടുത്തോ. പിച്ചക്കാർ കൊടുക്കണായിരുന്നു വേണ്ട. അല്ലെങ്കിൽ എടുത്തോ, ഈ നന്നാവട്ടെ. 100 രൂപ ഞാൻ ഇവിടെ നന്നാവാ. 3 സെന്റ് സ്ഥലം. 10 രൂപ എടുക്ക്. 10 രൂപ അടുത്ത് ചില്ലറില്ല. 100 രൂപ ആയോ പോട്ടത്തിന്? 100 രൂപ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്ത് തരണല്ലോ. ഗൂഗിൾ പേ ചെയ്യാ. ചില്ലറൊക്കെ കൊണ്ടു നടക്കണം ഓട്ടോക്കാര്. ബാക്കിയുള്ളവർക്ക് കൊടുക്കണ്ടേ? നമ്പർ ഇടിക്ക്. ഞാൻ എടുക്കാം. സ്കാൻ ചെയ്തു. സർവർ കംപ്ലൈന്റ് കേട്ടോ. അപ്പൊ എന്താക്കും ഇനി 10 രൂപയ്ക്ക്? 10 രൂപ ഞാൻ തരേ. നിങ്ങൾ ഞാൻ ആ മൂല വരെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കൊണ്ടാക്കി തന്നെ 10 രൂപ മുതലായി തരാം. എന്താ ആളോ എന്താക്കി? എനിക്ക് പോണ്ട ഇങ്ങോട്ടല്ല, ഇന്നെ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് കാര്യമുണ്ടോ? സർവർ കംപ്ലൈന്റ് ആയാൽ ഞാനിപ്പോ അതൊരു പണി. സർവർ ഓക്കെ ആകുമ്പോ ഇങ്ങോട്ട് ആക്കി കേട്ടോ. എത്തിയില്ലെങ്കിൽ ഞാൻ അതിന്റെ പണി ഞാൻ ഏറ്റത്. അത് ഗൂഗിൾ പേ നമ്പർ അല്ല. എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായിണ്ട്. ഈ പൈസ എത്തിയില്ലെങ്കിലേ ഞാൻ അന്വേഷിച്ച് വരണ്ട്. ചെല്ല്. അതെ, ഇവിടെ ഒരു രാഘവേട്ടന്റെ വീട് എവിടെയാ അറിയോ? ഏതാ? രാഘവേട്ടൻ ഏത്? നമ്മളെ മരിച്ചുപോയ രാഘവേട്ടൻ്റെയാ? രാഘവേട്ടൻ മരിച്ചോ? രാഘവേട്ടൻ മരിച്ചുപോയല്ലോ. അയ്യോ, ഞാനേ വില്ലേജ് ഓഫീസിന് മൂപ്പർക്ക് ഒരു ജപ്തി നോട്ടീസ് ആയിട്ട് വന്നാണല്ലോ. അത് ശരി. ഒറ്റ മിനിറ്റ്, ഞാൻ അഡ്രസ് പറഞ്ഞു.
മോളെ വെണ്ടക്കാത്തൊടിയിൽ രാഘവൻ, PK രാഘവൻ. ആ വെണ്ടക്കാത്തൊടിയില് ആ ഇത് മരിച്ചുപോയ പൂക്കോയത്ത് രാഘവേട്ടനാ. വെണ്ടക്കാത്തൊടിയിൽ എവിടെയാ? അത് ഇവിടുന്ന് നിങ്ങൾ ബാക്കോട്ട് പോയാൽ മതി. അപ്പൊ അവിടുന്ന് വരുന്ന ഇങ്ങോട്ട്? വഴി ഇവിടെ നിങ്ങൾ നേരെ പോവാ. ആ നേരെ പോകുമ്പോ അവിടുന്ന് വലത്തോട്ട് എടുക്കുക. വലത്തോട്ട് ചെറിയ റോഡ് ഉണ്ടാവും. ആ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു കട്ട് റോഡ് കാണാം. ആ കട്ട് റോഡ് കയറി കഴിഞ്ഞാല് ആ അവിടെ ഫുള്ള് ഇപ്പൊ വെള്ളം നിറഞ്ഞ് ഫുള്ള് എന്താ പറയാ ഫുള്ള് വെള്ളം കയറി കിടക്കുക. ആ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് കിടക്കുമ്പോ ആ. പൂവങ്കോയ എന്ന് പറഞ്ഞ ആളെ വീട് ചോദിച്ചാൽ മതി. പൂവങ്കോയ. പൂവങ്കോയ. ആ അപ്പൊ മൂപ്പരെ വീട്ടിന്റെ തൊടിയിലോട്ട് കയറി കഴിഞ്ഞാല് ഈ രാഘവേട്ടന്റെ വീട്ടിലെത്തും. എന്നാ ശരി കേട്ടോ. ഓ ശരിയാണ്. ആ നടത്തം തന്നെ. എന്താ ചെയ്യ, ഒരു സാധനം ഒന്ന് മുറ്റത്ത് തുണക്കാൻ പറ്റില്ല. ഇതനക്ക് ഇങ്ങനെ വയറുന്നറിയ തിന്നു പോവാനിത് സപ്ലൈക്കോല അരി അല്ലത്. ദാദിവേല കൊടുത്തിട്ട് ആ അദ്രൈമൂന്റെ കടയിൽ നിന്ന് വാങ്ങിയതാ. ആ ഒരു മണി അരിയാ പോയ എന്റെ കയ്യാ പോണത്. 38 റുപ്യയുടെ അരിക്ക് 45 റുപ്യയുടെ കണ്ണാടിയാ വെച്ചേക്കണേ. എന്നിട്ടും കാക്കക്കുണ്ട് വല്ല കൂസല്. അതെ ഇതെവിടക്ക പോണ്? ഞാനോ ഇങ്ങോട്ട് വരി. ഞാൻ നമ്മള് രാഘവേട്ടന്റെ വീട്ടിലേക്കാ. ആ അത് കോയയുടെ വീടാണ്. അല്ല അത് മനസ്സിലായി, ഇതിന്റെ പുറകിലല്ലേ രാഘവേട്ടന്റെ വീട്? ആ പുറകിൽ തന്നെ വീട്. അപ്പൊ ഇതിലാണ്ട് പോവാ. ജന പോണ്ട ഇവിടക്ക്. രാഘവന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പുറകിൽ കൂടെ പോവാൻ വേണ്ടിട്ടല്ല ഞാൻ കായോർത്ത് ഈ സ്ഥലം മേടിച്ചിട്ടേക്കണതേ. ഞാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് വരികയാണേ. നിങ്ങൾ ഏത് പകർന്നു വന്നാലും വേണ്ടിയില്ല, അദ്ദേഹം പോവാൻ പറ്റില്ല. അല്ല ഞാൻ ഇതിലേ കൊണ്ട് പോയിക്കോളാം, എളുപ്പല്ലേ പോവാൻ. ആ പോവാനൊക്കെ എളുപ്പുണ്ട്. പതിയേനെ പോവാ വെച്ചാ ഒരു 1.5 കിലോമീറ്റർ വളഞ്ഞിട്ട് പോണം രാഘവന്റെ അവിടേക്ക്. ജസ്റ്റ് 50 മീറ്റർ ഉള്ളു. ആ പക്ഷെ അത് ഞാൻ സമ്മതിക്കൂല, അതല്ലേ കളി. എന്താ ഇഷ്ടല്ല. അല്ല ഞാനിവിടെ ഒരാളോട് വഴി വെച്ചപ്പോഴേ അയാൾ പറഞ്ഞൊരു പൂവങ്കോയന്റെ തൊടി കൂടെ കണ്ട് പോയാ മതി. പൂവങ്കോയന്റെ ആരങ്ങനെ പറഞ്ഞ്? അവിടെ ഒരു പണിയെടുക്കുന്ന ഒരാള് റോഡിന്റെ സൈഡിൽ അയാൾ പറയാ പൂവങ്കോയാന്ന്. ആരാ പൂവങ്കോയ? പൂവങ്കോയ ഓന്റെ വാപ്പ നിങ്ങളോട് പറഞ്ഞില്ലേ? ഓന്റെ വാപ്പ പൂവങ്കോയ, അല്ലാണ്ട് ഞാനല്ല. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. എന്റെ ചെറുപ്പത്തിൽ ഞാൻ എന്റെ മാമാടോടുന്ന് ഒരു വാഴയുടെ ഒരു പൂവങ്കായുടെ ഒരു കൊല ഞാൻ വെട്ടി. ദാരിദ്ര്യം കൊണ്ടാണ്. അന്ന് അത് വെട്ടിയപ്പോ എന്റെ മാമാടെ അടുത്ത് സമ്മതം ചോദിച്ചിട്ട് വെട്ടിക്കോ ഈ എന്താച്ചാ ചെയ്തോ പറഞ്ഞിട്ടാണ് ഞാൻ വെട്ടിയത്. അന്ന് മുതൽ ഈ കള്ളൈമാറുകൾ എന്നെ വിളിക്കാൻ തുടങ്ങിയതാണ് പൂവങ്കോയാന്ന്. എനിക്കിപ്പോ ഇതൊന്നും അറിയില്ലോ, എനിക്കില്ലാണ്ട് പോവാൻ. അതെ അങ്ങനെ പൂവണ്ട അങ്ങനെ ഞാന് ഇല്ല പോയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചെന്നെ. പക്ഷെ നിങ്ങൾ ഇന്നെ പൂവങ്കോയാന്ന് വിളിച്ചു. ഇനി ഇതേ പോവാൻ പറ്റില്ല. അല്ല ഇനി ഞാൻ പൂവങ്കോയെന്ന് വിളിക്കൂല. നിങ്ങളിപ്പോ എത്രാമത്തെ പ്രാവശ്യം വിളിക്കണം? ഇപ്പോഴും പറഞ്ഞില്ല നിങ്ങൾ വിളിക്കണ്ടെങ്കിൽ നിങ്ങൾ ഇതേ പോവണ്ട, നടക്കൂല. വേറെ വഴി വേറെ വഴിയുണ്ട്. 1.5 കിലോമീറ്റർ പോണം. ഇതേനെന്ന് പറഞ്ഞാൽ ഇവിടെ വിളിച്ചിട്ട് അങ്ങോട്ട് കിടക്കാം. ഞാൻ സമ്മതിക്കൂല. രാഘവന്റെ അവിടെ ചെല്ലുമ്പോ നിങ്ങള് പറഞ്ഞോളി ഇതേനെ കടക്കാൻ നോക്കിയപ്പോ സമ്മതിക്കാണ്ട് 1.5 കിലോമീറ്റർ അതേനെ വളഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നതെന്നൊന്നും കൊണ്ടിട്ട് പറഞ്ഞോളേട്ടാ. അത് ഓൻ കേട്ടൊക്കെ ഒരു സുഖാണേ. ഞാൻ പോട്ടെ. എന്നാ പൊയ്ക്കാം. പൂവങ്കോയ പോട്ടാ. കള്ളയി മാറ എന്റെ വാപ്പാണ് പൂവങ്കോയ. കള്ള തജ്ജാലേ. ഓന്റെ അടുക്ക് വരുന്നവനും ഓനൊക്കെ ഒരു ജാതിരുന്നു. ഏജാലികള് പാക്കയ്യായിരുന്നു. ഇവിടെ കടന്നിട്ട് കാക്കാണ്ട്. പൂവങ്കോയി അല്ലേ അത്? അല്ല ചാത്തൻ കോഴി. എന്റെ പേര് ഞാൻ എന്നെ പറഞ്ഞ് കളിയാക്കുക. വളവ് നേരെ വാ. എന്നിട്ട് നേരെ വന്നിട്ട് ഒരു കോയന്റെ വീടുണ്ട്, പൂവങ്കോയ പറഞ്ഞ ആള് പറഞ്ഞു തരും. അതെ അതിന്റെ ഗേറ്റിന്റെ അടുത്ത് ആടെ വെക്കാം. എന്നിട്ട് മുറിയെ ഒരു പറമ്പേ, ആ പറമ്പേ ഇങ്ങോട്ട് കിടക്കണ്ടോ എന്നാ എന്റെ പറമ്പായി. പിടിച്ചിട്ട് അതിലെ കൂടെ ഓൻ എന്തെങ്കിലും ഉടക്ക് പറയും. അന്നേരം ചടക്കാണ്ട് പോടാന്ന് പറഞ്ഞാൽ മതി. ഓൻ എന്തെങ്കിലും നൊടിഞ്ഞോണ്ടിരിക്കും. ആയിക്കോട്ടെ. അതെ രാഘവൻ എന്ന് പറഞ്ഞ ആളെ വീട് ആണോ? അതെ എന്റെ വീട് തന്നെ. ഞാനാ രാഘവൻ. ശരി. ആരാ? എന്ത് പറ്റിയേ? ഞാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് വരും. എന്റെ ഒരു മൊയ്തൂന്നാണേ. അപ്പൊ ഞാൻ ആ തോട് മുറിച്ചടക്കാൻ വേണ്ടി ചാടിയായിരുന്നു. ചാടിയപ്പോ ചടിയിൽ വീണു അല്ലേ? ആകെ വീണ് ഒക്കെ മുറിഞ്ഞു. അതില് വളഞ്ഞു വന്നിനി. ഇത് ഈ കോയന്റെ വീട്ടിൽ ഇല്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് കടന്നാ പോരെ? കോയന്റെ വീട്ടിൽ കൂടെ വരാനാണ് നിന്നത്. പക്ഷെ കോയ സമ്മതിച്ചില്ല. ഓനെ അരപ്പനാണ് ചറ്റിയത്.
നിങ്ങളോട് പ്രത്യേകം പറയാൻ പറഞ്ഞിരിക്കണേ. അതെ, അതിലെ വിടൂലെന്ന് നിങ്ങളോട് പറയണം. അത് ഓൻ പറയും. എന്നിട്ട് ഞാൻ അതിലെ ചുറ്റി പറഞ്ഞു വന്ന അതാ വീണല്ലേ എന്തെങ്കിലും വന്ന് എന്താ കാര്യം? ഞാനേ നിങ്ങൾക്ക് ഒരു ജപ്തി നോട്ടീസ് തരാൻ വേണ്ടി വന്നാ. ജപ്തി നോട്ടീസാ? ഇതിന്റെ എന്തിന്റെ വെച്ച് നിങ്ങൾ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടാവും, അടയ്ക്കാത്തതിന്റെ ആയിരിക്കും. അപ്പൊ നിങ്ങള് വില്ലേജ് ഓഫീസ് വരെ വരും വേണം കേട്ടോ. മേടിക്ക്. എന്നേത് കുറച്ച് വൈകിട്ട് വന്നാൽ മതിയായിരുന്നല്ല. അതെ, എനിക്കിതൊന്ന് കഴുകാൻ പറ്റുമെന്ന്. കഴുകിയാലൊന്നും പോരാ, കുളിക്കാവാ. കുളിമുറി ഉണ്ട്, ഉണ്ടോ? കുളിക്കാനുള്ള സൗകര്യം തരാം. ഒന്നിത് ജപ്തി നോട്ടീസ് തൽക്കാലം മാറ്റി വെക്കാൻ പറ്റുക? അതെങ്ങനെയാ ഇപ്പൊ ഞാൻ വിചാരിച്ചു നിൽക്കുക. അതൊക്കെ നിങ്ങൾ ലോൺ അടയ്ക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ. ഇവിടെയാണ് അവിടെ. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ്, മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്കിനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.